ഹായ് ഓൾ, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പം ആദ്യമേ തന്നെ പറയാനുള്ളത്, നമ്മൾ CCയിൽ ഇപ്പോൾ ബിഗ് ഡേയ്സ് ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾക്ക്, ആ വലിയ ബിഗ് ഡ്രീംസിന് ചിറകുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഓഫേഴ്സുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും അപ് ടു 30% ഓഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ നമ്മുടെ ഓഫറുകൾ അറിയാനായിട്ടും ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 89 21 44 05 80. ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ കൊണ്ട് മാത്രം ആദ്യ റാങ്കിലേക്ക് എത്തുന്നത്. നമ്മൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേറെ ഏത് പ്ലാറ്റ്ഫോം വെച്ച് നോക്കിയാലും ഓൺലൈൻ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ റാങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജിയും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാതെ ആദ്യമായിട്ട് CSEB എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾ അറിയുവാനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനി ഏറ്റവും ആദ്യം എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ, സഹകരണ മേഖല നിങ്ങൾക്ക് മുൻപിൽ തുറന്നു വെക്കുന്ന സാധ്യതകൾ എന്തൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് PSCയിൽ നടക്കുന്ന എക്സാമുകളുണ്ട് അല്ലെ, PSC നടത്തുന്ന എക്സാമും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന എക്സാമുമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ PSCയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്ലേസ്ഡ് ആവുന്ന ഒരു ജോബാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അഥവാ JCI എന്ന് പറയുന്നത്. അത് നമുക്ക് രണ്ട് കാറ്റഗറിയിലോട്ട് വരാറുണ്ട്. ഒന്ന് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റും, രണ്ട് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്ക്. അങ്ങനെയാണ് നമുക്ക് എക്സാം വരുന്നത്. പിന്നെ CSEB അവിടെ തന്നെ നോക്കിയാൽ ജൂനിയർ ക്ലർക്ക് ക്യാഷർ ഉണ്ട്, അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട്, ജനറൽ മാനേജർ ഉണ്ട്, സെക്രട്ടറി ഉണ്ട്. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ അവിടെ വരുന്നു. ഇനി KS കാർഡ്, കേരള ബാങ്ക് അങ്ങനെയുള്ള അപ്പെക്സ് ബാങ്കുകളിലേക്കുള്ള എക്സാം, അതുകൂടാതെ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് യൂണിയൻ, അതുപോലെ തന്നെ നമ്മുടെ മിൽമയിലേക്കുള്ള എക്സാം, അപ്പെക്സ് LD, അങ്ങനെ ഒട്ടനവധി അവസരങ്ങളാണ് BCom കോർപ്പറേഷൻ അല്ല എങ്കിൽ HDC JDC കോഴ്സുകൾ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചുള്ളത്. അപ്പം ഇനി നമ്മൾ CSEBയിലേക്ക് വരികയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പ്ലേസ്ഡ് ആകുന്ന ഒരു മേഖലയാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന CSEB ക്ലർക്ക് ക്യാഷർ എക്സാം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 3-4 നോട്ടിഫിക്കേഷനുകൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് എക്സ്പെക്ടഡ് നോട്ടിഫിക്കേഷൻ, ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻസ് ഈ 2026 3 ഇപ്പൊ നമുക്ക് ഓൾറെഡി 2 വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കൊരു 2 കൂടി 2-3 നോട്ടിഫിക്കേഷൻസ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എക്സ്പെക്ടഡ് എക്സാംസ് നമുക്കറിയാം. ഇപ്പം നമ്മുടെ ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. എങ്ങനെയാണ്, നമുക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുണ്ട്, സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളുണ്ട്, സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 2 to 7 ബാങ്കുകൾ. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം 3 എക്സാമുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ എക്സാമുകൾ ഉൾപ്പെടുത്തിയാണ് നമ്മളൊരു 12 എക്സാമോളം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ സ്പെഷ്യൽ നോട്ടിഫിക്കേഷനുകൾ കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്? നമുക്ക് നോക്കിയാൽ അറിയാം, ഈ കഴിഞ്ഞ നാളിൽ നമുക്കിപ്പം പൊന്നാനിയിലേക്കും അതുപോലെ തന്നെ മഞ്ചേരി ബാങ്കിലേക്ക് സ്പെഷ്യൽ നോട്ടിഫിക്കേഷനിൽ എക്സാം നടന്നിരുന്നു. അതായത് അവിടെയൊക്കെ 10 വേക്കൻസികൾ വീതം വന്നപ്പോഴാണ്, 10-ലധികം വേക്കൻസികൾ വന്നപ്പോഴാണ് അവിടേക്ക് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ വിളിച്ചുകൊണ്ട് എക്സാം കണ്ടക്ട് ചെയ്തത്. ഇനി എത്ര വേക്കൻസികൾ ഇനി CSEBയിൽ മാത്രം ഉണ്ടാകും? ക്ലർക്ക് ക്യാഷ്യറിന് മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വേക്കൻസി എന്ന് പറയുന്നത് 1000-നടുത്ത് അല്ലെങ്കിൽ 1000-ന് മുകളിലാണ്. നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ കണക്ക് നോക്കുകയാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ സഹകരണ മേഖലയിൽ ജോലി നേടിയിട്ടുണ്ട്. അപ്പം ഇനി എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീടിന് തൊട്ടടുത്തുള്ള ബാങ്കിൽ ഒരു ജോലി, ഒരു സ്ഥിര വരുമാനം അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ള ജോലി. അപ്പൊ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഞാൻ ആദ്യമേ പറഞ്ഞു, ഓൺലൈൻ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പം മറ്റുള്ളവരുടെ റിസൾട്ടുകൾ നോക്കുമ്പോൾ അവർ ഓഫ്ലൈൻ പോയിട്ട് പഠിച്ച് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എങ്ങനെ പ്ലേസ്ഡ് ആവുന്നുണ്ട്. എന്നാൽ വേറെ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഹൗസ് വൈഫാണ്, വീട്ടിലെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ. അപ്പം ഓൺലൈൻ ക്ലാസ് കൊണ്ട് എങ്ങനെ ആദ്യ റാങ്കുകൾ വാങ്ങി എങ്ങനെ ഒരു ബാങ്കിൽ ജോലി മേടിക്കാം, അപ്പൊ അതിന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നമുക്ക് ആദ്യ റാങ്കിലേക്ക് എത്താം?
ഒന്ന് കവർ ദി ടോപ്പിക് ആസ് പെർ സിലബസ്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സിലബസ് ഉണ്ട്. നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് കാണുക. അപ്പം അത് പ്രകാരം നമ്മൾ സിലബസ് പ്രകാരമുള്ള റെക്കോർഡഡ് വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ PDF നോട്ടുകൾ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരോട് പറയുന്നുണ്ട് എന്ത് ചെയ്യുക, ഒരു ചെറിയ ലെക്ചർ നോട്ടുകൾ അവരവരോട് പ്രിപ്പയർ ചെയ്യുക. എന്തിനാണ് ഈ ലെക്ചർ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മളെ സംബന്ധിച്ച് എക്സാമിന്റെ തലേ ദിവസങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തയ്യാറാക്കിയ നോട്ടുകൾ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഏത് വീഡിയോ ക്ലാസ്സുകൾ കാണുമ്പോഴും ലെക്ചർ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, അല്ലാത്തവർ PDF നോട്ടുകൾ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. 2, PYQ ഇൻസൈറ്റ്. എന്തുകൊണ്ട് PYQ വർക്ക്ഔട്ട് ചെയ്യണം? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2021 മുതൽ 2026 ഫെബ്രുവരി മാസം വരെ നടന്ന എക്സാമുകൾ പരിശോധിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? റിപ്പീറ്റഡ് ആയിരുന്നു. അതേ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് പോലും മാറാതെ വീണ്ടും എക്സാമിന് വരുന്നു. അല്ല എങ്കിൽ ആ ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷനുകൾ അടുത്ത ചോദ്യമായിട്ട് വരുന്നു. കഴിഞ്ഞ ഒരു എക്സാം നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ A എന്ന് പറയുന്നു, മറ്റു ക്വസ്റ്റ്യൻ പേപ്പർ B. A എന്നത് ആദ്യം നടന്ന ഒരു എക്സാം ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളുടെ ഓർഡർ പോലും മാറാതെ അതേ രീതിയിൽ ഒരു 5-6 ചോദ്യങ്ങൾ B എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? PYQs കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. വെറുതെ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ അല്ലെങ്കിൽ OMR കറപ്പിച്ചു പോയാൽ പോരാ. ഒരു സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് 60 മാർക്കിന് മുകളിൽ 60 to 70 മാർക്ക് വരെ എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ PYQൽ നിന്ന് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 60 മുതൽ 70 മാർക്ക് വരെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് മോഡൽ എക്സാമുകൾ. എന്തുകൊണ്ട് മോഡൽ എക്സാമുകൾ നിങ്ങൾ എഴുതണം? നിങ്ങളുടെ റാങ്ക് എത്രയാണ്, നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങളുടെ നിലവാരം എത്രയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ അപ്ഡേഷൻസ് വരുന്നുണ്ട്, നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന സബ്ജക്ട് ഏതാണ്. അപ്പൊ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? മോഡൽ എക്സാമുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. മോഡൽ എക്സാം എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് തെറ്റിപ്പോകുന്ന ചോദ്യങ്ങൾ, എല്ലാവർക്കും എല്ലാ ഉത്തരങ്ങളും ശരിയാകത്തില്ല. അപ്പൊ തെറ്റിപ്പോകുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. സമയമുള്ളവർ അത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഭാഗം ഒരുവിധം ഓക്കെ ആകും. അത് കൂടാതെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ കറക്കി കുത്തി കിട്ടുന്ന മാർക്ക് പോലും നമുക്ക് എന്താണ്? മാർക്കാണ്. അതായത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ശരിയാണോ അറിയില്ല, ഒരു ചെറിയൊരു ഗസ് അടിക്കുന്നു, അങ്ങനെ നമുക്ക് 1 മാർക്ക് കിട്ടൂലേ. അത്തരം ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യണം? നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി പഠിക്കുക. കാരണം നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവ് മാർക്ക് ഇല്ല, പക്ഷെ നമുക്ക് ആ കിട്ടിയ മാർക്ക്, മോഡൽ എക്സാം ഒക്കെ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ആ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പം അത്തരം ചോദ്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഴുതണം. അടുത്തതാണ് ടൈം മാനേജ്മെന്റ്. എങ്ങനെ ടൈം മാനേജ് ചെയ്യാം? മോഡൽ എക്സാം എഴുതുമ്പോൾ നമുക്കറിയാം 90 മിനിറ്റ് ആണ് നമ്മുടെ CSEB എക്സാം എഴുതാനായിട്ടുള്ള സമയം. പക്ഷെ നമ്മൾ മോഡൽ എക്സാമുകൾക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയം 75 to 80, 75 മിനിറ്റ് വരെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കൃത്യമായി 75 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ടുള്ള ആ ഒരു സ്പീഡിലേക്ക് നമ്മൾ നിങ്ങളെ എത്തിക്കുകയാണ്. ബാക്കി ഉള്ള സമയം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏതെങ്കിലും ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, ഒന്നുകൂടി കൺഫ്യൂഷൻ ഉള്ള ചോദ്യങ്ങളോട്ടൊക്കെ പോകുവാനായിട്ടുള്ള സമയം കിട്ടുന്ന രീതിയിൽ ആണ് നമ്മുടെ ഒരു മോഡൽ എക്സാമിന്റെ ടൈം നമ്മൾ മാനേജ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പഠനത്തിനും എന്ത് ചെയ്യണം? ടൈം മാനേജ്മെന്റ് വേണം. കൃത്യമായ ടോപ്പിക്കുകൾ കൃത്യമായ സമയത്തിനുള്ളിൽ തന്നെ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പഠനം കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കേണ്ടതാണ്. കാരണം കാലം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? വളരെ സ്പീഡിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പഠനം എന്ത് ചെയ്യണം? കുറച്ചുകൂടി സ്പീഡ് ആക്കണം. അങ്ങനെയെങ്കിൽ ഏറ്റവും സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് ആ വീടിന്റെ അടുത്തുള്ള ബാങ്കിൽ ജോലി കിട്ടും. അപ്പം നമ്മുടെ കണക്ക് കൂട്ടലുകളൊന്നും ഇനി തെറ്റത്തില്ല. വലിയ താമസമില്ലാതെ ഏറ്റവും അടുത്ത ബാങ്കിൽ തന്നെ ഏറ്റവും അടുത്ത നിമിഷം തന്നെ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കൃത്യമായി പഠിക്കണം, കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യണം. കൃത്യമായ രീതിയിൽ നമ്മൾ മുൻപോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക്, നിങ്ങളുടെ ഒരു ബിഗ് ഡ്രീമിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടുവാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ CCയിലെ ബിഗ് ഡേയ്സ് ഓഫർ നടക്കുകയാണ്. അപ്പം നമ്മുടെ 6 മന്ത് ആയിക്കോട്ടെ, 3 മന്ത് ബാച്ച് ആയിക്കോട്ടെ, നമുക്ക് ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഓഫറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 89 21 44 05 80. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പം കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ആയിട്ട് ഇട്ടേക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയ അവസരങ്ങളാണ് മുൻപിലുള്ളത്. നമ്മുടെ വളരെ വലിയ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബിഗ് ഡേ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പുകളുടെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. ആ ഗ്രൂപ്പിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിന്റെ ലിങ്ക് കൂടി കൊടുത്തിരിക്കാം, അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്